അപ്പോൾ നമ്മുടെ ഈ ഹോം ഡെക്കർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് റൗണ്ട് ഷേപ്പിലുള്ള കാർഡ്ബോർഡ് പീസസ് വെട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ 3 ഡിഫറെൻറ്റ് സൈസസിലുള്ള കാർഡ്ബോർഡ് പീസസാണ് നമുക്കിവിടെ വേണ്ടത്. അതിപ്പോൾ ഈ ഒരു വലിയൊരു സൈസ് മാത്രം ഞാനൊരു 4 എണ്ണം വെട്ടിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു 4 എണ്ണം ഇതാ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെയുള്ള സൈസ്, പിന്നെ അതിനേക്കാളും ചെറിയൊരു സൈസ്, ഇത് 2 പീസ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള ഒരു ബോട്ടിൽ വേണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഫേഷ്യൽ ക്രീമിൻ്റെ എംപ്റ്റി കണ്ടെയ്നറാണ്. അപ്പോൾ ഇതിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ക്ലേ വെച്ചാൽ ഫെവിക്രിലിൻ്റെ മോൾഡിഡ് ക്ലേ. അപ്പോൾ അതെങ്ങനെ മിക്സ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് രണ്ടും എടുത്തിട്ട് 2 കവറിലെയും മോൾഡ് തമ്മിൽ നന്നായി മിക്സ് ചെയ്യാം. രണ്ടും കൂടെ നല്ല വൈറ്റ് കളറാകുന്ന വരെ നന്നായി മിക്സ് ചെയ്യാം. ഇത് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് ഗ്ലൂ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ക്ലേ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്റ്റിക്കി ആയിരിക്കും. അതിങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൗഡർ യൂസ് ചെയ്താൽ മതി. അപ്പോൾ അത് ഈസി ആയിട്ട് സ്മൂത്തായിട്ട് വരും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പീക്കോക്കിൻ്റെ ഹെഡ് ഭാഗവും കഴുത്തും നെക്കും കൂടി വരുന്ന ആ ഭാഗം ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യം ബോട്ടിലിൻ്റെ സെൻട്രൽ പാർട്ട് നോക്കിയിട്ട് അവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ക്ലേ അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഷേപ്പ് ചെയ്തെടുക്കാം. നെക്കും ഹെഡും ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ കൊക്കിൻ്റെ ഭാഗം, പിന്നെ കണ്ണ്, അതെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാം. പീക്കോക്കിൻ്റെ ചിറകുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ക്ലേ രണ്ടും തുല്യ അളവിലെടുക്കുക. അതിനുശേഷം അത് രണ്ടും നന്നായി പരത്തിയെടുക്കുക. രണ്ടും സെയിം സൈസിൽ പരത്തിയെടുക്കുക. ഇതിങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം അതൊരു ഏകദേശം അതിൻ്റെ ഒരു ഷേപ്പിൽ അങ്ങോട്ട് ആക്കാം. എന്നുവെച്ചാൽ ഒരു ചിറകിൻ്റെ ഒരു ഷേപ്പിൽ അങ്ങനെ ആക്കിയതിന് ശേഷം ഫെവിക്കോൾ തേച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈറ്റ് ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് അതവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ചിറകിൻ്റെ ഒരു ആകൃതിയിൽ അങ്ങോട്ട് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. 2 ഭാഗവും നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡിസൈൻസ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതിന് ഉപയോഗിക്കുന്നത് നമ്മുടെ റീഫില്ലറില്ലേ, ഒഴിഞ്ഞ റീഫില്ലറിൻ്റെ ട്യൂബാണ്. അതുപോലെ എന്തെങ്കിലും ഇതേ ഷേപ്പ് വരുന്നത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇംപ്രഷൻ കൊടുക്കാം. ഇങ്ങനെ ഫുള്ളായിട്ട് കൊടുക്കുക. 2 ഭാഗത്തും ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കുറച്ച് കാർഡ്ബോർഡ് പീസസ് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിൽ വലിയ സൈസിൽ നിന്ന് ഒന്നെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. ആ ഒരു ഭാഗം മാർക്ക് ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ ആ ഭാഗത്ത് നമുക്ക് ഇതുമാതിരി ഈ ക്ലേ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ടും നേരത്തെ നമ്മൾ ചിറകിന് ചെയ്ത മാതിരിയുള്ള ഇംപ്രഷൻസ് ഇട്ട് കൊടുക്കാം. ഇതിന് ചുറ്റുമായിട്ടാണ് നമ്മളിനി പീലി സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ബാക്ക് ഭാഗം, അടിഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയാം. അത് താഴെ ലെവലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് അതിൻ്റെ തലയിലുള്ള കുഞ്ഞു പീലി ഉണ്ടാക്കി കൊടുക്കാം. അതിനെ ഇങ്ങനെ നേരിയതായിട്ട് ക്ലേ കട്ട് ചെയ്ത് ഒരു 3-4 പീസസ് എടുത്തിട്ട് സെയിം വൈറ്റ് ഗ്ലൂ വെച്ചിട്ട് അവിടെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതുമാതിരി നമ്മുടെ കിരീടം ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് പീക്കോക്കിൻ്റെ. അപ്പോൾ അത് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിനി ഫെദേഴ്സ് ഉണ്ടാക്കാം. അതിൻ്റെ പീലികൾ ഉണ്ടാക്കാം. മയിൽപ്പീലി
അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുഞ്ഞതായിട്ട് ക്ലേ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പാർട്ടുണ്ടല്ലോ, നമ്മുടെ റൗണ്ടിൽ ക്ലേ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിന് ചുറ്റുമായിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് പൗഡർ വെച്ച് ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അത് സ്മൂത്തായിട്ട് കിട്ടും. അതിന് ശേഷം ഫുള്ള് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കതിൻ്റെ സെക്കൻഡ് ലെയർ കൂടി ചെയ്തെടുക്കാം. സെയിം ഫുള്ളായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ആദ്യം ചെയ്തതിനേക്കാളും കുറച്ച് വലിയൊരു ഷേപ്പിൽ സെയിം ഡിസൈനിൽ അതടങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇത് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബാക്കിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അതിനൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഇവിടെ കുറച്ചൊരു ക്ലേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മളൊരു കാര്യം മറന്നു വെച്ചാൽ ഈ ഒരു പീസും കൂടെ ഒരു ബലത്തിന് വേണ്ടിയിട്ട് ഈ നമ്മളെ ഒരു പീക്കോക്കിൻ്റെ ഫെദർ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അത് ആദ്യം തന്നെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഫെദർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ. അപ്പോൾ ഞാനിത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കതിന് ഇരിക്കാനുള്ള ബേസ് സ്റ്റാൻഡ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാ കാർഡ്ബോർഡ് പീസസും സൈസ് അനുസരിച്ച് മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. ബാക്കിയുള്ള 6 പീസസാണ് ഉള്ളത്, ഓരോന്നും 2 പീസസ് വെച്ചിട്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതായിരിക്കും കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടിരിക്കുക. അപ്പോൾ അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് 3 മുകളിലായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പീക്കോക്കിനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് മുകളിൽ കുറച്ച് ഡിസൈൻസ് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ടിഷ്യൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം, ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ വാൾപുട്ടി, അല്ലെങ്കിൽ ക്ലേ, എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഉണങ്ങാൻ വെക്കുക. നന്നായി ഡ്രൈ ആയതിനു ശേഷം നമുക്ക് കളർ അപ്ലൈ ചെയ്ത് തുടങ്ങാം. ബേസ് കോട്ടായിട്ട് ഉപയോഗിക്കുന്നത് ബ്ലാക്കാണ്. അത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഡ്രൈ ആയതിനു ശേഷം നമുക്ക് മറ്റു കളേഴ്സ് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇതിന് ഭംഗിയാക്കണം തോന്നി. അതിന് വേണ്ടിയിട്ട് ഈ നമ്മൾ സ്റ്റാൻഡായി വെച്ചില്ലേ, അതിന് മുകളിലായിട്ട് കുറച്ച് ഇലകളും വള്ളികളും ഒക്കെ ക്ലേ വെച്ച് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇതിങ്ങനെ ഫെവിക്കോൾ വെച്ചിട്ട് അവിടെ ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇലകളും ഫിക്സ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഇത് നന്നായി ഉണങ്ങാൻ വെക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഡ്രൈ ആയതിനു ശേഷം മാത്രമേ കളറിങ് കൊടുക്കാൻ പാടുള്ളൂ, കളർ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ സെയിം പോലെ ബ്ലാക്ക് കോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് ബാക്കി കളേഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അതിപ്പോൾ പീക്കോക്കിൻ്റെ
കളറിനനുസരിച്ചിട്ട് നമുക്ക് നമ്മളെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ചിറകിൻ്റെ 2 ഭാഗത്തും ആ സെൻറ്റർ പാർട്ടിലും ഗോൾഡൻ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ തലയിലുള്ള പീലിക്കും ഗോൾഡൻ കളർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കി സ്ഥലങ്ങൾ പിന്നെ ഗ്രീനും ബ്ലൂവും ഓറഞ്ചും എല്ലാ ഡിസൈൻസും വെച്ചിട്ട് എനിക്ക് തോന്നുന്ന രീതിയിൽ ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഓറഞ്ച് കളർ കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഫെവിക്രിലിൻ്റെ തന്നെ 3D ലൈനറാണ്. പിന്നെ നെക്ക് പാർട്ടും സെൻറ്റർ ബോഡി പാർട്ടും പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് പേൾ ബ്ലൂ കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. അടുത്തതായിട്ട് വൈറ്റ് 3D ലൈനർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ കണ്ണിൻ്റെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കൊക്കിൻ്റെ ഭാഗം നമുക്ക് വൈറ്റ് കളർ ഉപയോഗിച്ചിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് കളർ കൊണ്ട് ഐസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നെക്കിൻ്റെ ഭാഗം കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് യൂസ് ചെയ്തിരിക്കുന്നത് പേൾ ബ്ലൂവിൻ്റെ തന്നെ ടർക്കോയ്സ് ബ്ലൂ ആണ്. സെയിം തന്നെ ഞാൻ അതിൻ്റെ ബോഡി പാർട്ടിലും അതിൻ്റെ ഫെദറിൻ്റെ അടുത്തും കുറച്ചും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആ ഇലകളും വള്ളികളെല്ലാം ഗ്രീൻ കളർ ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്യാം. ഡാർക്ക് ഗ്രീൻ കളർ ഉപയോഗിക്കാം. കൂടെ തന്നെ അതിൻ്റെ നേരത്തെ വൈറ്റ് കൊടുത്ത അതിൻ്റെ കൊക്കിൻ്റെ കളർ ഞാൻ റെഡാക്കി മാറ്റിയിട്ടുണ്ട്. അതാണ് കുറച്ചും കൂടെ ഭംഗിയായി തോന്നിയത്. പിന്നെ സെയിം 3D ലൈനർ ഉപയോഗിച്ചിട്ടാണ് ഫ്ലവേഴ്സും വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വാർണിഷ് അപ്ലൈ ചെയ്യുന്നുണ്ട്. വാർണിഷ് അപ്ലൈ ചെയ്യുന്നതിന് എല്ലാവർക്കും അറിയാം, അതിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഒരു ഷൈനിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ എൻ്റെ അടുത്തുണ്ടായിരുന്ന കുറച്ച് സ്റ്റോണ് ഞാനിത് മൊത്തമായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ഐൻ്റെ ഉള്ളിലും കൂടെ റെഡ് കളർ സ്റ്റോണ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ.